എല്ലാവർക്കും പെസഹ ആശംസകൾ. മാർച്ച് 28 വിശുദ്ധ ഗോന്ത്രൻ രാജാവ് 525 മുതൽ 593 വരെ കാലഘട്ടം. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലെയിൻസിൻ്റെയും ബർഗൻഡിയുടെയും രാജാവായിരുന്ന ഗോന്ത്രൻ ക്ലോട്ടേർ രാജാവിൻ്റെ മകനാണ്. വിശുദ്ധ ക്ലോട്ടിൽഡ അദ്ദേഹത്തിൻ്റെ മാതാമഹിയാണ്. ജോസ്റ്റൻ ചാരിബർട്ട് പാരീസ് ഭരിച്ചു. 561 ഗോന്ത്രൻ രാജ്യഭരണം ഏറ്റെടുത്തത്. ചലോൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. അതിമോഹികളായ സഹോദരന്മാർക്കും ലൊംബാർഡുകൾക്കുമെതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളൊന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനമരുളുകയാണ് ചെയ്തത്. പ്രജകളുടെ വന്യ സ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അദ്ദേഹം അനുതാപ കണ്ണീർ ചിന്തിക്കൊണ്ടിരുന്നു. സുവിശേഷ തത്വങ്ങളനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുകയില്ലെന്ന് കരുതുന്നവർക്ക് ഗോന്ത്രൻ രാജാവിൻ്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ്. ഗോന്ത്രൻ രാജാവ് തിരുസഭയിലെ അജപാലകരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു. അദ്ദേഹം മർദ്ദിതരുടെ സംരക്ഷകനും പ്രജകൾക്ക് ഒരു വത്സല പിതാവുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. തൻ്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കുവാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിരുമുൻപാകെ വിലപിക്കുകയും ചെയ്തിരുന്നു. പടയാളികളുടെ ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു. എന്നാൽ തന്നോട് തെറ്റ് ചെയ്യുന്നവരോട് അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചു വന്നിരുന്നു. പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ഉദാരമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടുവരുന്നു. പ്രജാവത്സലനും ദൈവഭക്തനുമായ ഈ രാജാവ് 68 വയസ്സിൽ 593 മാർച്ച് 28 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 32 വർഷത്തോളം രാജ്യം ഭരിച്ച ഗോന്ത്രൻ തൻ്റെ കാരുണ്യശീലം കൊണ്ടാണ് വിജയം വരിച്ചത്. വചനം യോഹന്നാൻ 13:14. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. വിചിന്തനം ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും തൻ്റെ രാജ്യത്തെ പ്രജകളുടെ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രജാവത്സലനായ ഗോന്ത്രൻ രാജാവിൻ്റെ മാതൃക കർത്താവായ യേശുക്രിസ്തുവിൻ്റേത് മാത്രമായിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ഓർമ്മ പെസഹ ആചരണത്തിലൂടെ പൂർവ്വകാലഘട്ടങ്ങളിൽ അനുസ്മരിച്ചു. അപ്രകാരമൊരു പെസഹ ആചരണത്തിന് വേണ്ടിയിട്ട് ഈശോയും ശിഷ്യന്മാരും ജെറുസലേമിലായിരിക്കുമ്പോൾ ബഥനിയിൽ നിന്ന് വന്നവൾ യേശുവിൻ്റെ ശരീരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടി. പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനായ യേശുക്രിസ്തുവിൻ്റെ പാദങ്ങൾ കണ്ണുനീരുകൊണ്ട് കഴുകുമ്പോൾ, തലമുടികൾ കൊണ്ട് തുടയ്ക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ചത് താൻ തൻ്റെ ദൈവത്തെ സേവിക്കുകയാണ്. താൻ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയാണ് അവൾ ചെയ്തത്. നമ്മെ സംബന്ധിച്ച് പെസഹ ദിനം പരിശുദ്ധ കുർബാനയുടെ ഓർമ്മദിനമാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ 260 അധ്യായത്തിൽ പെസഹായെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കേൾക്കാം. ഈശോ മുറിക്കാത്ത ഒരപ്പം എടുത്ത് നിറച്ച് വീഞ്ഞ് പകർന്നിരിക്കുന്ന കാസായുടെ മീതെ വയ്ക്കുന്നു. പിന്നെ അവ രണ്ടും ആശീർവദിച്ച് സമർപ്പിച്ചു. അപ്പം 13 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പസ്തോലന്മാർക്ക് ഓരോരുത്തർക്കും ഓരോ കഷ്ണങ്ങൾ കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് വാങ്ങുകയും ഭക്ഷിക്കുകയും ചെയ്യുവിൻ. ഇത് എൻ്റെ ശരീരമാണ്. ഇത് വിദൂരത്തേക്ക് പോകുന്ന എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ. കാസയും കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് വാങ്ങുകയും കുടിക്കുകയും ചെയ്യുവിൻ. ഇത് എൻ്റെ രക്തമാണ്. ഇത് എൻ്റെ രക്തത്തിലും രക്തം വഴിയുള്ള പുതിയ ഉടമ്പടിയുടെ കാസയാണ്, നിങ്ങൾക്കായി ചിന്തപ്പെടാൻ പോകുന്ന രക്തം. നിങ്ങളുടെ പാപത്തിന് മോചനം ലഭിക്കുവാനായി, നിങ്ങൾക്ക് ജീവൻ ലഭിക്കുവാനായി ചിന്തപ്പെടാൻ പോകുന്ന രക്തം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ വളരെ ദുഃഖിതനാണ്. പുഞ്ചിരിയില്ല, പ്രകാശത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. വലിയ വേദനയോടെ വിഷമിച്ച് അപ്പസ്തോലന്മാരെല്ലാം ഈശോയെ നോക്കുന്നു. അതിനുശേഷം അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയ്ക്കും ശരീരരത്നങ്ങൾ കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു. 10 കൽപ്പനകളെയും സംഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ ആദ്യത്തെ പുരോഹിതന്മാരായിട്ട് അഭിഷേകം ചെയ്തു. ഇതാണ് ഇന്ന് നാം ആചരിക്കുന്ന പെസഹ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെസഹ ദിനത്തിൻ്റെ ആശംസകൾ.